ഓം ഭദ്രകാളി നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മഹാവ്യാഴമാറ്റത്തെ പറ്റിയാണ്. വ്യാഴമാറ്റം 2025 സംഭവിക്കുമ്പോൾ 12 രാശികളിൽപ്പെട്ട കുറച്ച് രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ഈശ്വരാനുഗ്രഹം ഇതൊക്കെ വന്നു ചേരുന്ന അനുഭവമാണ് ലഭിക്കുക. വ്യാഴമെന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ്. എപ്പോഴൊക്കെയാണോ വ്യാഴം രാശിക്ക് വളരെ നല്ല സ്ഥാനങ്ങളിൽ, ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത്, ആ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആ ഒരു വർഷ കാലഘട്ടം ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ ഇതൊക്കെ വിട്ടുമാറി ജീവിതത്തിലൊരു ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, ഈശ്വരാനുഗ്രഹമൊക്കെ വന്നു ചേരും. 2025 ഈ ഒരു വ്യാഴമാറ്റവും വളരെയധികം നേട്ടങ്ങളാണ് ചില രാശിക്കാർക്ക് നൽകുന്നത്. ആ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, ഇത് രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പൊതുഫലമാണ് പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ ഈ രാശിഫലം പറയുമ്പോൾ അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ആ രാശിയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളിൽ, ആ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരണമെന്നില്ല. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും. ചിലർക്ക് ആ ഗുണദോഷഫലങ്ങൾ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരാം. ചിലർക്ക് ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും, ചിലർക്ക് വളരെ കുറവായിട്ട്. ഇതുപോലെ തന്നെയാണ് ദോഷഫലങ്ങൾ പറയുമ്പോഴും. ചിലർക്ക് വളരെ നല്ല രീതിയിൽ ആ ദോഷഫലം അനുഭവത്തിൽ വരും, ചിലർക്ക് പേരിന് മാത്രം എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും ജനന ജാതകമെന്നൊന്നുണ്ട്. ആ ജാതകപ്രകാരം നമുക്കിപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും നമ്മുടെ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുമെന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. ഒരുപാട് ദോഷം നൽകുന്ന ഒരു ഗ്രഹത്തിൻ്റെ ദശയാണ് നമുക്കിപ്പോൾ നടക്കുന്നതെങ്കിൽ രാശിയിൽ എത്ര നല്ല ഗുണഫലം പറഞ്ഞാലും ആ ഗുണഫലങ്ങൾ അത്രത്തോളം അനുഭവത്തിൽ വരണമെന്നില്ല. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. വലിയ ഒരു ദോഷമില്ലാത്ത ഒരു സമനായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിലും, അതുപോലെ ജാതകപ്രകാരം പൂർണ്ണ ശുഭനായിട്ടുള്ള ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്കൊക്കെ രാശിയിൽ ഈ വ്യാഴം മാറുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ, 10 മടങ്ങ് ഗുണഫലങ്ങളാണ് അനുഭവത്തിൽ വരിക. അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും എടുത്തു പറയുന്നത്, ഈ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകരുത്, അവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത്. ഏതായാലും ഈ 2025 സമയത്ത് വ്യാഴമാറ്റം സംഭവിക്കുന്നത് മെയ് മാസം 15-ാം തീയതിയാണ്. 2025 മെയ് 15-നാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത്. കുറച്ച് മാസങ്ങൾ കൂടിയുണ്ട്. എങ്കിലും മുന്നോട്ട് നിങ്ങളെ സംബന്ധിച്ചൊരു നല്ല കാലം, ഒരു നല്ല കാലഘട്ടം, ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതൊരു മുൻകൂട്ടി അറിയിക്കുന്നതാണ്. ഓരോ വ്യക്തികളും അതനുസരിച്ച് അവരവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ ഈ വ്യാഴമാറ്റം പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം നൽകുന്നതായിരിക്കും. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു വ്യാഴമാറ്റമാണ്. വ്യാഴം മാറുന്നത് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ്. നിങ്ങൾക്ക് 2ാം ഭാവമായ ധനസ്ഥാനമായിട്ടാണ് വരുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം വിട്ടുമാറും. എത്ര വലിയ ഒരു കടബാധ്യതകളോ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ധനവരുമാനം, ഒരു സാമ്പത്തിക ഉയർച്ച വന്നു ചേരും. അതുപോലെ തന്നെ അവരവരുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വിട്ടുമാറും. കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും, കുടുംബ ബന്ധങ്ങൾ, ഒരു സഹോദരങ്ങളുമായിട്ടോ മറ്റ് സ്വന്തം ബന്ധങ്ങളുമായിട്ടോ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു നല്ല സമയം, നല്ല കാലഘട്ടമാണ്. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയവുമാണ് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവർ ഒരു മതിപ്പ്, വില നൽകുന്ന സമയം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ധനപരമായ പണം സംബന്ധമായിട്ടുള്ള കഷ്ടതകളിൽ നിന്നൊരു മോചനം ലഭിക്കും. ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുമെന്നുള്ളതാണ്.
അതുപോലെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പൂർത്തിയാകും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്ര വലിയ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഏത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും പലരെയും സംബന്ധിച്ച് ഒരു സമ്പാദ്യം അല്ലെങ്കിൽ ഒരു ലാഭം നിങ്ങൾക്ക് ലഭിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയുള്ള വ്യക്തികളായ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ധനലാഭം ലഭിക്കുക, ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു സമ്പാദ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന പണം ഒരു സമ്പാദ്യമായിട്ട് മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാലാകാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സംഭവിക്കും. സർവാഭീഷ്ടം എന്ന് പറയുന്നത് പോലെ എല്ലാ നന്മകളും ആഗ്രഹ സാഫല്യവും വന്നു ചേർന്ന സമയം. അതുപോലെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ടത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. അപ്രതീക്ഷിതമെന്ന് പറയുന്നത് നമ്മുടെ കഴിവിനും അപ്പുറം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം നൽകും. മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഗുണഫലങ്ങൾ അത് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്നും അവർക്ക് ഈശ്വരൻ ഏത് തരത്തിലുള്ള നന്മകളാണ് നൽകുന്നതെന്നും നമുക്ക് മുൻകൂട്ടി പറയുവാൻ സാധിക്കില്ല. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിൽ അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു കാലമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. 2025 വ്യാഴമാറ്റം ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങൾ നൽകും. പ്രത്യേകം എടുത്തു പറയേണ്ടത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശാരീരിക അസ്വസ്ഥതകളാൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന കാലമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. നിങ്ങൾ ആശുപത്രിവാസങ്ങളിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞ് ശരീരത്തിന് പുത്തൻ ഉണർവ്, ആരോഗ്യം, ഉന്മേഷം ലഭിക്കും. നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുന്ന സമയം. അത്രമേൽ സമയം, കാലം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ധൈര്യമായി മുന്നോട്ട് പോകാം. ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴമാറ്റം നിങ്ങൾക്ക് അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് നൽകുന്നത്. വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതായത് 1-ാം ഭാവത്തിൽ നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം. ഈ ഒരു കാലം നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച, മാറ്റങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഏത് ജോലി, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കർമ്മത്തിൽ അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മമേഖല വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന കാലം. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ധനവരുമാനം, ഒരു ലാഭം ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു പദവി ഉയർച്ച അല്ലെങ്കിൽ നല്ല സ്ഥാനമാറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു ഇടം മാറ്റം, ശമ്പള വർധനവ്, ഇങ്ങനെ കർമ്മസംബന്ധമായിട്ട് ഉയരുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ച് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലം ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ആ ജോലി ലഭിക്കാനുള്ള സാധ്യത, വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി ഭാഗ്യം, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് കർമ്മത്തിലുണ്ടായിരുന്ന ആ ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ വിട്ടുമാറി കർമ്മം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയം. അതുപോലെ തന്നെ ഒരു ബിസിനസ്സൊക്കെ നടത്തി വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് ആ ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ, കഷ്ടങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുക. അതുപോലെ പലരെയും സംബന്ധിച്ച് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നിക്ഷേപങ്ങൾ പല മേഖലകളിൽ നടത്തുവാനും അതിൽ നിന്ന് ഒരു ധനലാഭം, വരുമാനം ലഭിക്കുന്ന ഒരു സമയവും കാലവും ഒക്കെയാണ് മുന്നോട്ട് വരുന്നത്. നിങ്ങൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് കർമ്മത്തിൽ കൂടെ നല്ല ഉയർച്ച, ധനവരുമാനം, ലാഭം ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അതനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതിൽ നിന്ന് വലിയൊരു മാറ്റം. ചിലരെ സംബന്ധിച്ച് ചിലർക്ക് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന പല വ്യക്തികളുമുണ്ട്. അതുപോലെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്
പരസ്പരം വേർപിരിഞ്ഞ് കഴിയുന്ന ദമ്പതികളുമുണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ, ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ വ്യാഴമാറ്റത്തോടു കൂടി പരിഹരിക്കപ്പെടും. പലരുടെയും ജീവിതം വേർപിരിഞ്ഞ് പോകും എന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞ് ഒരു നല്ലൊരു ദാമ്പത്യ കുടുംബ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, അവസരങ്ങൾ വന്നു ചേരുകയും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയവുമായിട്ട് ഈ ഒരു വ്യാഴമാറ്റം മാറും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ നേരിട്ടുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയവുമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം, നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിജയിക്കുന്ന സമയം. അങ്ങനെ എല്ലാം കൊണ്ടും വ്യാഴമാറ്റം മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ വളരെ ഉത്തമമാണ്. ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് നന്മകളാണ് നൽകുക. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നതിനാൽ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവ്വൈശ്വര്യങ്ങളും സർവ്വസൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ്, ഒരു വഴിത്തിരിവിൻ്റെ കാലമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ്. ഇനി വ്യാഴം 11ലേക്ക് വരണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിക്കുക. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ചിങ്ങം രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റം ഏറ്റവും ഉത്തമം എന്ന് നിസ്സംശയം പറയാം. വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, വളരെ വലിയ നന്മകളാണ് ലഭിക്കുക. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്, ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം. അപ്പോൾ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഇത് ലഭിക്കുന്ന സമയം എന്ന് പറയാം. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം, കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വിട്ടുമാറുക. അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ധനവരുമാനം, ഒരു സമ്പത്ത്, അപ്രതീക്ഷിതമായ ധനം, ഭാഗ്യം വന്നു ചേരുന്ന സമയം. ശത്രുതകൾ, എതിർപ്പുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുമാറുക. എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചിങ്ങം രാശിക്കാരെ വിട്ടുമാറുന്ന സമയമാണ് ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാൾ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന പല നന്മകളും, പല ഭാഗ്യാനുഭവങ്ങളും എല്ലാം നിങ്ങളെ തേടി വരുന്ന സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങണം, അല്ലെങ്കിൽ ഗൃഹം നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങളിൽ പലർക്കും സാക്ഷാത്കരിക്കപ്പെടുന്നത് ഈ ഒരു സമയം മുതലായിരിക്കും എന്നുള്ളതാണ് സത്യം. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കുക, ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും നാളും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ, ആ തടസ്സങ്ങളൊക്കെ വിട്ടുമാറി അങ്ങനെ പൂർവികപരമായി ലഭിക്കേണ്ട സ്വത്തുവകകളൊക്കെ വന്നു ചേരുക. ഇങ്ങനെ ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങളാണ്. കാലാകാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലൊരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, നല്ലൊരു ധനലാഭം ഉണ്ടാകും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ശുഭ ചിലവുകളായിട്ട് മാറി നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ അത് പ്രയോജനപ്പെടുന്ന ഒരു സമയവുമാണ്. എല്ലാ തരത്തിലുള്ള കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വിട്ടുമാറും ഈ വ്യാഴമാറ്റത്തോടു കൂടി. അതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. അതുപോലെ തന്നെ സ്വന്തം സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലത, വിഷമം ഇതൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ, സന്താനങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുക, അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുക, അഭിവൃദ്ധി ഉണ്ടാവുക. സന്താനങ്ങളുടെ വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി അവർക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള മംഗളകരമായ വിവാഹം നടക്കുക. സ്വന്തം കുട്ടികളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നന്മകൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്കും അനുഭവത്തിൽ ലഭിക്കുക. അതുമൂലം മനസ്സന്തോഷം, സുഖം, സമാധാനമൊക്കെ ലഭിക്കുന്ന
ഏറ്റവും നല്ല സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊക്കെ പൂർണ്ണ വിജയമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ അത് പൂർണ്ണതയിലെത്തുന്ന സമയം എന്ന് തന്നെ പറയാം. ഏത് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും നിങ്ങളുടെ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. പലരുടെയും ഒരു സംശയമെന്ന് പറയുന്നത് അഷ്ടമശനി തുടങ്ങുകയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫലമെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അഷ്ടമശനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2.5 വർഷക്കാലം നടക്കുന്ന ഒന്നാണ്. വ്യാഴമാറ്റം 1 വർഷം. ഈ 1 വർഷക്കാലം അഷ്ടമശനിയുടെ ദോഷം നിങ്ങൾ ചിങ്ങം രാശിക്കാരെ ബാധിക്കില്ല. കാരണം വ്യാഴം നിങ്ങൾക്ക് അത്രമേൽ ബലത്തോടുകൂടി അത്രമേൽ ശുഭനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 2.5 വർഷത്തെ അഷ്ടമശനിയിൽ ആ 1 വർഷത്തെ അഷ്ടമശനി ദോഷം വ്യാഴം 11-ൽ സഞ്ചരിക്കുന്ന കാലത്ത് നിങ്ങൾക്കത് വിട്ടുമാറും. അതുകൊണ്ട് നിങ്ങൾ അഷ്ടമശനിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മൂലത്രികോണ ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. അത്രമേൽ ശുഭത്വം നൽകുന്ന മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, അതാണ് ഒറ്റവാക്കിൽ പറഞ്ഞത്, നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന തരത്തിലാണ് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് നൽകുന്നത്. ഈ സമയത്തെ ചിങ്ങം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും, ദുരിതങ്ങളും, കഷ്ടതകളും ഒക്കെ ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സുവർണകാലം, ഏറ്റവും നല്ല സമയം, ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്ന സമയമായിട്ട് ഈ 2025 മാറും. നല്ലതുപോലെ പരിശ്രമിച്ച് മുന്നോട്ട് പോവുക. ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാം. സമയം അത്രമേൽ അനുകൂലമാണ്. ഈ ഒരു സമയം ചിങ്ങരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്കിപ്പോൾ വ്യാഴദശ നടക്കുന്ന വ്യക്തികളുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ സമയത്തൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴമാറ്റം അത്യുത്തമമാണ്. വ്യാഴം നിങ്ങൾക്ക് 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ് ആരംഭിക്കുന്നത്. അതും നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം സഞ്ചരിക്കുന്നത് മിഥുന രാശിയിലാണ്. മിഥുനമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുധൻ്റെ രാശിയായിട്ടാണ് വരുന്നത്. ഭാഗ്യാധിപതിയുടെ രാശിയാണ്. ആ ഭാഗ്യാധിപതിയുടെ രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ അത് നിങ്ങൾക്ക് 9-ാം ഭാവമായിട്ട് മാറുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം എന്ന് പറയാം. ഭാഗ്യാനുഭവം തന്നെയാണ് ഈശ്വരാനുഗ്രഹം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തുലാം രാശിക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. നല്ലൊരു ജോലി ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനായി പരിശ്രമിക്കാൻ നല്ല ജോലി ലഭിക്കും. പുതിയ തൊഴിൽ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും. വിദേശ യാത്ര, വിദേശ വാസമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയം. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയവുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലാണ് ഈ വ്യാഴമാറ്റം അനുഭവത്തിൽ വരിക. മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറി നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം നൽകുന്നത്. അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗദുരിതങ്ങളിൽ നിന്നുള്ള മുക്തിയും വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നു. ശരീരത്തിന് ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. അതുപോലെ കടബാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങൾ നേരിട്ടിരുന്ന ശത്രുതകൾ, എതിർപ്പുകൾ ഇതൊക്കെ വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിലോ സ്വന്തം ബന്ധങ്ങളിലോ ഒക്കെ നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മളൊരു ശത്രുവായിട്ട് കാണുക, അല്ലെങ്കിൽ ശത്രുതയോടെ പെരുമാറുക, ഇതൊക്കെ പലരും അനുഭവിച്ചു വരുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ശത്രുതാ മനോഭാവങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മമേഖല, ജോലി ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ ഉള്ള ആ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി എല്ലാം വളരെ സുഗമമായി മുന്നോട്ട് പോകും. കേസ്, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക. അതുപോലെ
തന്നെ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക. ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ വിട്ടകലുന്ന സമയമാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് കടങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകൾ ഇതൊക്കെ വിട്ടുമാറുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം, സന്തോഷം, തെളിച്ചം, ആത്മവിശ്വാസമൊക്കെ ലഭിക്കും. അതാണ് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം നൽകുന്നത്. അതുപോലെ തന്നെ ഭാഗ്യാധിപതിയായ ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് ഭാഗ്യസ്ഥാനമായിട്ട് വരുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്ന ഒരു സമയവും കൂടെയാണ് ഈ വ്യാഴമാറ്റം. അതുപോലെ അനുയോജ്യമായിട്ടുള്ള വിവാഹം വന്നു ചേരും. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറുന്ന സമയം. വ്യാഴം അത്രമേൽ ശുഭത്വത്തോടു കൂടിയാണ് നിങ്ങൾക്ക് രാശിക്ക് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് നൽകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ സമയത്ത് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് വ്യാഴം, പൂർണ്ണശുഭൻ. ധനുരാശിയിൽപ്പെട്ടവർക്ക് രാശ്യാധിപനും ധനുലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമായ പൂർണ്ണശുഭനായ വ്യാഴം നിങ്ങൾക്ക് 7ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ആ 7ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിഥുന രാശിയായിട്ടാണ് വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇത്. ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന പല പ്രയാസങ്ങളും, കഷ്ടതകളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറി കഴിഞ്ഞ കാലഘട്ടത്തിൽ സുഖാനുഭവങ്ങൾ വളരെയധികം കുറച്ച് അനുഭവിച്ച ഒരു രാശിക്കാരാണ് ധനുരാശിക്കാർ. പലർക്കും സുഖാനുഭവങ്ങൾ നല്ല രീതിയിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. സുഖാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ മാനസികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി. അതുപോലെ തന്നെ ഒരു മനുഷ്യന് സുഖം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ട് മുന്നോട്ട് പോകണം. അവരവർ ചെയ്യുന്ന കർമ്മം, ആ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ധനവരവ് ഉണ്ടാകണം. ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സുഖത്തിന് അടിസ്ഥാനം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അത് മനസ്സിനും ശരീരത്തിനും ലഭിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സന്തോഷം, സമാധാനം നൽകുന്ന അനുഭവം ഉണ്ടാകും. ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു നല്ല അടിത്തറ നൽകുന്ന തരത്തിലാണ് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള പ്രധാന പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള അനാവശ്യ ബുദ്ധിമുട്ടുകളൊക്കെ ഈ വ്യാഴം മാറുന്നതോടുകൂടി നിങ്ങളെ വിട്ടുമാറും. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലൊരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കും. പലരെയും സംബന്ധിച്ച് ധനുരാശിക്കാർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിലേക്ക് ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറും. വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജീവിത പങ്കാളി, അനുയോജ്യമായിട്ടുള്ളൊരു മംഗളകരമായിട്ടുള്ള വിവാഹം നിങ്ങൾക്ക് നടക്കുന്ന ഒരു സമയവും കൂടെയാണ്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അത്യുത്തമമാണ് ഈ ഒരു വ്യാഴമാറ്റം ധനുരാശിക്കാരെ സംബന്ധിച്ച്. വ്യാഴമെന്ന് പറയുന്നത് നിങ്ങളെ തന്നെ കുറിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് അവരവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ നിറവേറുന്ന കാലഘട്ടം. നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും പരിശ്രമിച്ചാൽ ആ പരിശ്രമങ്ങൾക്ക് 100% ഫലം ലഭിക്കുന്ന കാലഘട്ടം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലെ ആഗ്രഹം, ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കാലമാണ് വ്യാഴമാറ്റം നൽകുന്നത്. പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കാം. ചിലർക്കൊരു നല്ല ജോലി ലഭിക്കണം, അതല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് അനുയോജ്യമായിട്ടുള്ള വിവാഹം നടക്കണം, മറ്റുള്ളവരെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ഭൂമി വേണം, ഗൃഹം വേണം, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി ആരോഗ്യം വീണ്ടെടുക്കണം. ഇങ്ങനെ പല കാര്യങ്ങളായിരിക്കും ഓരോ വ്യക്തികളെയും സംബന്ധിച്ച്. ഇങ്ങനെ അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈ വ്യാഴമാറ്റം ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മകളും നേട്ടങ്ങളും നൽകും. ഇതിനെ പരമാവധി നിങ്ങൾ ഈ സമയത്തെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.
ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത്. പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, വ്യാഴം മകരം രാശിക്കാർക്ക് അത്ര ശുഭനായിട്ടുള്ള ഗ്രഹമല്ലല്ലോ. വ്യാഴം മാറുന്നത് 6-ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ 6-ാം ഭാവത്തിൽ വ്യാഴം വരുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പലരും കേട്ടിട്ടും പലയിടത്തു നിന്നും അറിഞ്ഞും കാണും. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം 6-ാം ഭാവത്തിലേക്ക് വരുന്നത് അത്യുത്തമമായിട്ടുള്ള സമയമാണ്. അതായത് 6-ാം ഭാവം എന്ന് പറയുന്നത് ഉപജയസ്ഥാനത്തിലെ ഒരു സർവശ്രേഷ്ഠമായ സ്ഥാനമാണ്. 3, 6, 11 ഉപജയസ്ഥാനങ്ങൾ. ഈ ഉപജയസ്ഥാനങ്ങളിൽ നമ്മുടെ രാശിക്ക് പാപനായിട്ടുള്ളൊരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹം എന്താണോ ദോഷഫലങ്ങൾ നൽകേണ്ടത് അതിന് നേർ വിപരീത ഫലം നൽകുമെന്നുള്ളതാണ് ശാസ്ത്രം. പ്രത്യേകിച്ചും 6-ാം ഭാവം എന്ന് പറയുന്നത് തന്നെ രണരോഗ ശത്രുസ്ഥാനമാണ്. കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, എതിർപ്പുകൾ, കേസ് വഴക്കുകൾ എന്നിങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന എല്ലാ നെഗറ്റീവുകളും നൽകുന്ന ഭാവമാണ് 6-ാം ഭാവം. അപ്പോൾ വ്യാഴമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനാണെങ്കിലും മകരം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ഒരു പാപഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാപഗ്രഹം 6-ാം ഭാവമായി ഉപജയസ്ഥാനത്തേക്ക് വന്ന് മറയുമ്പോൾ, 6-ാം ഭാവം ഒരു മറവ് സ്ഥാനം കൂടെയാണ്, മറയുമ്പോൾ ആ ഗ്രഹം നൽകേണ്ട പാപഫലങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോവുകയും അതിന് നേർ വിപരീത ഫലം, ഓപ്പോസിറ്റ് ഫലം, അതായത് ശുഭഫലങ്ങൾ നൽകുമെന്നുള്ളതാണ് ശാസ്ത്രം. അങ്ങനെ നോക്കുമ്പോൾ പാപനായ വ്യാഴം 6-ാം ഭാവത്തിൽ മറയുന്നു. അതുതന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടം, നന്മയാണ്. മിഥുന രാശിയായിട്ടാണ് 6-ാം ഭാവം നിങ്ങൾക്ക് വരുന്നത്. അത് ബുധൻ്റെ രാശിയാണ്. ബുധൻ നിങ്ങൾക്ക് 6-ാം ഭാവത്തിൻ്റെ അധിപതിയുമാണ്. അതായത് ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടതകളും മാറ്റിക്കളയുന്ന ഗ്രഹമാണ്. അതുപോലെ ഭാഗ്യം നൽകുന്ന ഗ്രഹമാണ് മകരം രാശിക്കാർക്ക് ബുധൻ. ആ ബുധൻ്റെ രാശിയിലേക്കാണ്, ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കാണ് വ്യാഴം രാശി മാറി വരുന്നത് നിങ്ങൾക്ക് 6-ാം ഭാവമായിട്ടും. അതിനാൽ മകരരാശിക്കാരെ സംബന്ധിച്ചൊരു സുവർണകാലം എന്ന് തന്നെ നിസ്സംശയം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും വിട്ടുമാറുന്ന ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. ഇത്രയും കാലം മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിന് തന്നെ വളരെയധികം ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ഒക്കെ ലഭിക്കും. നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് സത്യം. അതുപോലെ ഇത്രയും കാലം ഉണ്ടായിരുന്ന പാഴ്ചിലവുകൾ, 10 രൂപ ലഭിച്ചാൽ 20 രൂപ ചിലവാകുന്ന അവസ്ഥ വിട്ടുമാറും. നിങ്ങൾക്ക് ഒരുപാട് പണം ധാരാളമായിട്ട് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ ഒരുപാട് ശുഭച്ചിലവുകൾ വന്നു ചേരും. പലരെയും സംബന്ധിച്ച് 2025 മെയ് മാസം മുതൽ പലതരത്തിലുള്ള ശുഭച്ചിലവുകൾ വരും. ഭൂമി വാങ്ങാം, അതുപോലെ ഗൃഹം നിർമ്മിക്കാം, വണ്ടി വാഹന യോഗം, വിദേശയോഗം എന്നിങ്ങനെ പലതരത്തിലുള്ള നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, ശുഭച്ചിലവുകൾ വരും. മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കും, അതൊരു ശുഭച്ചിലവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നടക്കുക. അതുപോലെ യാത്രകൾ അനുഭവത്തിൽ വരും. പലരെയും സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം, യാത്രകളിൽ കൂടെ നേട്ടമൊക്കെ ലഭിക്കും. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് മകരം രാശിക്കാർക്ക്. ഈ വ്യാഴമാറ്റത്തോടുകൂടി എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും വിട്ടുമാറും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മുക്തി ലഭിക്കും. ശത്രുതകൾ, കേസ് വഴക്കുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറും. അങ്ങനെ എല്ലാം കൊണ്ടും മകരം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം അത്യുത്തമമാണ്. ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ തെളിയും. എത്ര വലിയ പ്രയാസങ്ങളിൽ കൂടെയും എത്ര വലിയ വിഷമഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു മകരം രാശിയിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അതിനൊക്കെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് 7.5 ശനിയും കൂടെ മാർച്ച് മാസം വിട്ടുമാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന കാലമാണ്. എല്ലാം കൊണ്ടും മകരം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ് മുന്നോട്ടുള്ളത്. ധൈര്യമായി മുന്നോട്ട് പോകാം. നിങ്ങളുടെ മനസ്സിനെ ഇത്രയും നാൾ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി ജീവിതത്തിൽ വിജയം, നന്മകൾ ഒക്കെ വന്നു ചേരും. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരും. എല്ലാം വളരെയധികം നല്ല രീതിയിൽ നന്മകൾ, ഈശ്വരാനുഗ്രഹം ഒക്കെ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് മകരം രാശിക്കാർക്ക് മുന്നോട്ടുള്ളത്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ ഐശ്വര്യങ്ങളും
എല്ലാ നന്മകളും ഈ വ്യാഴമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകൂ. വളരെ ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് 5ാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന അതിവിശിഷ്ടമായ ഒരു കാലം ആരംഭിക്കുകയാണ്. പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ ബുധൻ്റെ രാശിയിലേക്കാണ്, മിഥുനരാശിയിലേക്ക് വ്യാഴം രാശി മാറി വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികം ലഭിക്കുന്ന ഒരു കാലമാണ്. ഈ ഒരു സമയം നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഒക്കെ വിട്ടുമാറും. നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം വളരെയധികം വന്നു ചേരും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ പല പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള, വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറും. ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതിയ വസ്തു, ഭൂമി വാങ്ങാനുള്ള യോഗമുണ്ടാകും. മറ്റു ചിലരെ സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ടൊരു ഭൂമിയുണ്ട്, അതൊന്ന് വിൽക്കണം, അത് വിറ്റ് ലഭിക്കുന്ന പണം കൊണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനൊന്നും സാധിക്കുന്നില്ല, പല തടസ്സങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആ വിൽക്കാനുള്ള ഭൂമി, ആ മണ്ണ് വിൽക്കാൻ പറ്റുന്ന സമയം അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ധനം കൊണ്ട്, പണം കൊണ്ട് ജീവിതത്തിലെ പല പ്രയാസങ്ങളോ കടബാധ്യതകളോ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയവുമാണ്. അതുപോലെ തന്നെ പൂർവിക വഴിയിൽ എന്തെങ്കിലും ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന പല വിഷമതകളും പ്രയാസങ്ങളും വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കനുസരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു നല്ല ഉയർച്ച, നല്ല മാറ്റം, നന്മകളൊക്കെ ലഭിക്കുന്ന സമയം. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. അതുപോലെ സ്വന്തം കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു അടിത്തറ നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല ഗുണഫലങ്ങൾ കുട്ടികളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ സ്വന്തം സന്താനങ്ങളുടെ വിവാഹത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന ആ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക, അവർക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള മംഗളകരമായ വിവാഹം നടക്കുക, അതുപോലെ അവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുക, ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെയാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പലരും പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളും ധാരാളമാണ്. ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി സാമ്പത്തികമായിട്ട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറും. നിങ്ങൾക്കൊരു സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി, ഒരു ഉയർച്ച വന്നു ചേരും. അപ്രതീക്ഷിതമായൊരു ധനാഗമം, പണം വന്നു ചേരാനുള്ള വഴികളൊക്കെ മുന്നിൽ തെളിയുകയും നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊക്കെ വിജയം ലഭിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ഏഴരശനി കാലഘട്ടം കൂടെ ആയതുകൊണ്ട് കുടുംബത്തിലും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ അനാവശ്യ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വഴക്കുകൾ, വാക്കുതർക്കങ്ങളൊക്കെ നേരിടുന്നവരും അനുഭവിക്കുന്നവരുമൊക്കെ ധാരാളമാണ്. ഈ വ്യാഴമാറ്റത്തോടു കൂടി അതിനൊക്കെ ഒരു ശമനമുണ്ടാകും. പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് അല്ലെങ്കിൽ പൂർണ്ണമായി വിട്ടുമാറി ഒരു സമാധാനം, സുഖം, സ്വസ്ഥത ലഭിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല അനുഭവങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമെന്ന് പറയാം. പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ നിങ്ങൾ പരിശ്രമിച്ചാൽ പരിശ്രമങ്ങൾക്കൊക്കെ ഒരു വിജയം ലഭിക്കുകയും ആ പല പ്രശ്നങ്ങളിൽ നിന്നൊരു മാറ്റം, ഒരു മുക്തി ലഭിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ഏതായാലും ഈ ഒരു സമയത്തെ കുംഭം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. വ്യാഴമാറ്റം വളരെ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ സന്താന ഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലം എന്നും ഈ ഒരു വ്യാഴമാറ്റം ആ രീതിയിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം സർവൈശ്വര്യങ്ങളും നൽകുന്ന ഒന്നാണ്. വ്യാഴം 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് നിങ്ങൾക്ക് സഞ്ചരിക്കുന്ന സമയം. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനായ പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. മീന ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നത്തിൻ്റെ അധിപതിയും. ഈ വ്യാഴമാറ്റം 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് സുഖാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ മീനം രാശിക്കാർക്ക് കർമ്മസ്ഥാനത്തിൻ്റെ, ജീവനസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. ഈ ഒരു വ്യാഴമാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്നത് കർമ്മത്തിൽ പുരോഗതിയും ശ്രേഷ്ഠതയുമാണ്. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ഒരു മീനം രാശിക്കാരനാണെങ്കിൽ പോലും, അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന കാലമാണ് വ്യാഴമാറ്റം നൽകുന്നത്. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ജോലിയിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. കർമ്മ മേഖല കൊണ്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ച, ധനവരവ് ലഭിക്കും. ഇത്രയും നാൾ ലഭിക്കാതിരുന്നൊരു ശമ്പള വർധനവോ ഒരു പദവി ഉയർച്ചയോ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനമാറ്റമോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല കാലമാണ്. അതുപോലെ ഒരു സർക്കാർ സർവീസിലേക്ക് ശ്രമിക്കുന്ന മീനരാശിപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്ന സമയം, പ്രത്യേകിച്ച് യൂണിഫോം ജോലികളൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. സ്വന്തമായൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വ്യാഴമാറ്റത്തോടുകൂടി ബിസിനസ്സിൽ നേരിട്ടുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ബിസിനസ്സിലൊക്കെ നല്ലൊരു ഉയർച്ച, കർമ്മസംബന്ധം, തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട് നല്ല ഉയർച്ച, ധനലാഭം, ധനവരുമാനം ഉണ്ടാകും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുക, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മുന്നിട്ടിറങ്ങി പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും 100% ഫലമാണ് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. അത്രമേൽ ശുഭത്വമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് 7ര ശനിയിലെ ജന്മശനി കാലഘട്ടം 2025 മാർച്ച് 29 ആരംഭിക്കുന്ന വ്യക്തികളാണ് മീനം രാശിക്കാർ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഒരു വർഷം വ്യാഴം ഈ ഒരു 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു നല്ല സമയമെന്ന് പറയാം. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. വ്യാഴം ഒരു വർഷം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ സമയം ആ 7ര ശനിയിലെ ജന്മശനി ദോഷത്തിന് വളരെയധികം കുറവുണ്ടാകും എന്നുള്ളതും ഒരു ആശ്വാസമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വരും. മാതാവുമായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമതകളോ ഉണ്ടെങ്കിൽ പലർക്കും അത് വിട്ടുമാറും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിട്ടുമാറും. മാതാവിൽ നിന്നൊരു ഗുണഫലം, നന്മകൾ ലഭിക്കും. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വിട്ടുമാറുന്ന ഒരു സമയം. അതുപോലെ പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ട് ഭൂമി, ഗൃഹത്തിനുള്ള യോഗവും ഈ വ്യാഴമാറ്റം നൽകും. കാരണം അത്രമേൽ വ്യാഴം നിങ്ങൾക്ക് ശുഭനാണ്, ശുഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയവുമാണ്. ഈ ഒരു സമയത്തെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടവുമാണ് നിങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, വിഷമതകളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ദമ്പതികൾക്കിടയിൽ, ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഈ വ്യാഴമാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ വ്യാഴത്തിൻ്റേതായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. അത് ദാമ്പത്യ കുടുംബജീവിതത്തിലും, വിവാഹത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും, നിങ്ങളുടെ ജോലി, കർമ്മത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും, ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും, ഭൂമി, ഗൃഹം സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങളൊക്കെ ലഭിക്കും. 7ര ശനിയുടെ തുടക്കത്തിൽ പലരും അറിയാതെ തന്നെ ഒരു ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച് പലർക്കും പൂർത്തിയാക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന പല മീനരാശിക്കാരുമുണ്ട്. അവരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റത്തോടുകൂടി ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഏതായാലും ഈ ഒരു കാലഘട്ടത്തെ, ഈ ഒരു സമയത്തെ മീനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മീനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.